अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पदे गोपेश गोपिकाकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौरङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 9-ാമത്തെ അധ്യായത്തിലെ 24. ശ്ലോകം വായിക്കാം. അധ്യായം 9 ശ്ലോകം 24. अहं हि सर्वयज्ञानां भोक्ता च प्रभुरेव च न तु माम् अभिजानन्ति तत्त्वेन तश्चवन्ति ते. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും ഞാൻ മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ ഈ യഥാർത്ഥ ദിവ്യ പ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം. ഭാവാർത്ഥം: വൈദിക ഗ്രന്ഥങ്ങളിൽ വിവിധ യജ്ഞങ്ങളെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ഭഗവത് പ്രീതിയെ മുൻനിർത്തിക്കൊണ്ടുള്ളവയാണ് ആ സത്കർമ്മങ്ങളെല്ലാം എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. യജ്ഞം എന്നാൽ വിഷ്ണു എന്നർത്ഥം. യജ്ഞത്തിൻ്റെ അഥവാ വിഷ്ണുവിൻ്റെ സംതൃപ്തിക്കായിക്കൊണ്ട് മാത്രം കർമ്മം ചെയ്യുക എന്ന് ഭഗവത്ഗീത 3-ാമത്തെ അധ്യായത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാനവിക സാമൂഹിക രീതിയുടെ തികവുറ്റ രൂപം വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥ വിഷ്ണു പ്രീതിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് സർവയജ്ഞങ്ങൾക്കും നാഥനും അവയെ സ്വീകരിക്കുന്നവനും ഞാൻ തന്നെ എന്ന് ഭഗവാൻ സ്വയം വെളിപ്പെടുത്തുന്നത്. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ക്ലാസ്സിൽ ഭഗവാൻ ദേവത ആരാധനയെ നിശിതമായിട്ട് വിമർശിക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ദേവത ആരാധനയും പരോക്ഷമായി എന്നിൽ തന്നെ എത്തുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷേ ആ മാർഗത്തെ ഭഗവാൻ ഒട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. കാരണം ആ മാർഗം അവിധിപൂർവകമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ദേവന്മാർ ഭഗവാന്റെ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ വേരിൽ വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് വൃക്ഷത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ജലം എത്തിക്കാനായിട്ട് സാധിക്കുന്നത് പോലെ ഭഗവാനെ മാത്രം ആരാധിച്ചാൽ നമുക്ക് എല്ലാ ദേവതമാരെയും സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് അവിധിപൂർവകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ വിധിപൂർവകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഭഗവാൻ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഇതുപോലെയുള്ള ഓരോ ശ്ലോകങ്ങളിലൂടെ. അപ്പോൾ ഭഗവാനെ മാത്രം ആരാധിച്ചാൽ നമുക്ക് എല്ലാ ദേവതമാരെയും സന്തോഷിപ്പിക്കാൻ സാധിക്കും. ഈ ലോകമൊട്ടാകെ നമുക്ക് സംതൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ദേവതമാരെ ആരാധിക്കുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്ന ഭഗവാൻ ഈ ശ്ലോകത്തിൽ ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുവാണ്. എന്താ ഇവിടെ ഭഗവാൻ പറയുന്നത്? അഹം ഹി സർവയജ്ഞാനാം ഭോക്താച്ച പ്രഭുരേവച, അല്ലേ? ന തു മാം അഭിജാനന്തി തത്വേന തശ്ചവന്തിതേ എന്ന് പറയാണ്. അഹം ഹി സർവയജ്ഞാനാം, ഞാനാണ് സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും എന്ന് പറയാണ്. ഇവിടെ ഞാൻ മാത്രമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അഹം എന്ന് പറയുന്ന ആ വാക്ക് വളരെയധികം പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണ്.
ഇപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ പല സ്ഥലത്ത് അഹം എന്ന പദം ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം അല്ലേ. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ, അതുപോലെ അഹം ക്രതുരഹം യജ്ഞം, അങ്ങനെ പല പല സ്ഥലത്ത് ഭഗവാൻ അഹം എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം അർത്ഥം ഞാൻ മാത്രമാകുന്നു അല്ലെ, മറ്റു പലരുടെയും കൂടെ എന്നെ കൂട്ടാനല്ല ഭഗവാൻ പറയുന്നത്, ഞാൻ മാത്രമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പോൾ വേദങ്ങളിലെ വിവിധ യജ്ഞങ്ങളെ പറ്റി എല്ലാം പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ഭഗവത് പ്രീതിയാണ് എല്ലാത്തിൻ്റെയും അന്തിമമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, വേദൈഷു സർവേർ അഹമേവ വേദ്യ അല്ലെ, വേദങ്ങളിലൂടെ യജ്ഞങ്ങളിലൂടെ അറിയേണ്ടത് ഭഗവാനെ തന്നെയാണ് എന്നാണ് 15-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ ശ്ലോകം പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത് അല്ലെ, അഹം ഹി സർവയജ്ഞാനം, എന്താണ്, ഞാനാണ് സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും എന്നാണ് ഭഗവാൻ പറയുന്നത്. യജ്ഞം എന്നാൽ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ എന്നാണ് അർത്ഥം. 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനഃ അല്ലെ, കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞം എന്ന നിലയിൽ നാം അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആ കർമ്മങ്ങൾ തന്നെ നമ്മളെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് 3-ാമത്തെ അധ്യായത്തിൽ നാം പഠിക്കുന്നുണ്ട്. എല്ലാ യജ്ഞാചരണങ്ങളും വിഷ്ണുവിന്റെ സംതൃപ്തിക്ക് വേണ്ടി ഉള്ളതാണ്. യജ്ഞോ വൈ വിഷ്ണു എന്ന് വേദോക്തിയുണ്ട്. വിധിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാലും വിഷ്ണുവിനെ നേരിട്ട് ആരാധിച്ചാലും ഒരേ ഫലം തന്നെയാണ് നമുക്ക് സിദ്ധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വിഷ്ണുവിനെ നേരിട്ട് ആരാധിച്ചാലും അല്ലെങ്കിൽ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാലും ഒരേ ഫലം തന്നെ നമുക്ക് സിദ്ധിക്കാൻ എങ്ങനെ സാധിക്കുക? അതിന് വളരെ എളുപ്പമേറിയ ഒരു മാർഗമുണ്ട്, കൃഷ്ണാവബോധം സ്വീകരിക്കൽ. ഇപ്പോൾ കൃഷ്ണാവബോധത്തിൽ ഇരുന്നു കൊണ്ട് നാം ചെയ്യുന്ന നമ്മുടെ നിത്യകർമ്മങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ എല്ലാം നമുക്ക് വിഷ്ണു പ്രീതിക്കായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും നമുക്ക് വിഷ്ണുവിൻ്റെ യജ്ഞം എന്ന രീതിയിൽ അനുഷ്ഠിക്കാനും അതിൽ നിന്നുള്ള പാപപ്രതികരണങ്ങളെ എല്ലാം ഒഴിവാക്കാനും സാധിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് യജ്ഞങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. പല ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് യജ്ഞങ്ങൾ നടത്താറുണ്ട്. ഗണപതി പൂജ അല്ലെ, ഗണപതി ഹോമം നടത്താറുണ്ട്. അങ്ങനെ അതുപോലെ ദേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ യജ്ഞങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ആ യജ്ഞം ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നിന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാവും. ആ യജ്ഞാചാര്യൻ ഏറ്റവും ആദ്യം അവിടെ ഇങ്ങനെ കലശം വെക്കും. 3 കലശങ്ങൾ വെക്കുമ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കലശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ കലശം എന്ന് പറയുന്നത് വിഷ്ണുവിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഗണപതിക്കോ അല്ലെങ്കിൽ ദേവിക്കോ മറ്റ് ഏതെങ്കിലും ദേവതമാർക്കൊക്കെ കലശം വെക്കുന്നത്. കാരണം ആദ്യം വെക്കുന്നത് യജ്ഞപതിക്കാണ്, ഭഗവാനാണ് യജ്ഞപതി. അപ്പോൾ അത് ആ യജ്ഞം ചെയ്യുന്ന ആൾക്കും അറിയാം, ഈ ദേവതമാർക്കും അറിയാം, അവരല്ല ഈ യജ്ഞം സ്വീകരിക്കുന്നത്, അത് സ്വീകരിക്കുന്നത് ഭഗവാനാണ് എന്ന്. പക്ഷെ നമുക്കാണ് ഇതൊന്നും അറിയില്ലാത്തത്. അറിഞ്ഞാൽ തന്നെയും നമ്മൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയോ ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ദേവത ആരാധനയുടെ പിന്നാലെ പോകുന്നവരെ അല്പബുദ്ധികൾ, അല്പമേധസ്സുകൾ എന്നെല്ലാം ഭഗവാൻ സംബോധന ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ബുദ്ധിയെ അല്ലെങ്കിൽ നമ്മുടെ ബോധത്തെ നമുക്ക് ശുദ്ധീകരിക്കാം? നാം കൃഷ്ണാവബോധത്തിലേക്ക് വന്നാൽ മാത്രം മതി. നാം വേറെ ഒരു കാര്യങ്ങളും പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കൃഷ്ണാവബോധം സ്വീകരിക്കുക. അതിലൂടെ നമുക്ക് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും വിഷ്ണുവിനുള്ള യജ്ഞമായിക്കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ നിത്യകർമ്മങ്ങളെ നമുക്ക് ഭഗവത് പ്രീതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയുള്ള യജ്ഞം എന്ന രീതിയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഉദ്ദേശവും ഇത് തന്നെയാണ്, വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുക. ഇപ്പോൾ വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്, വർണ്ണാശ്രമ ആചാരവത പുരുഷേണ പരപ്പുമാൻ വിഷ്ണുരാരാധ്യതേ. അപ്പോൾ വിഷ്ണുവിൻ്റെ ആരാധനയാണ്
ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാണ് വർണ്ണാശ്രമ വ്യവസ്ഥിതിയിൽ. ഇപ്പൊ വിഷ്ണുപ്രീതിക്ക് വേണ്ടിയാണ് മനുഷ്യൻ കർമ്മം ചെയ്യേണ്ടത്. മറ്റു വിധത്തിലുള്ള ഏത് പ്രവൃത്തിയും ഭൗതിക ലോകത്തിൽ ബന്ധനത്തിന് കാരണമാകും. എന്തുകൊണ്ടാണ് ഭൗതിക ലോകത്തിലെ ബന്ധനത്തിന് അത് കാരണമാകുന്നത്? കാരണം നമ്മുടെ എല്ലാ പ്രവൃത്തിക്കും ഫലമുണ്ട്, അല്ലെ? നമ്മുടെ പ്രവൃത്തിയുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് പുണ്യപ്രവൃത്തി എന്നും പാപപ്രവൃത്തി എന്നും അല്ലെങ്കിൽ പുണ്യഫലമെന്നും പാപഫലമെന്നും അതിനെ തരം തിരിക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിന് പുണ്യവും പാപവും സിദ്ധിക്കും. അപ്പോൾ ഈ പ്രതികരണങ്ങൾ എല്ലാം നമ്മളെ ഈ ലോകത്തില് വീണ്ടും വീണ്ടും ബന്ധനസ്ഥനാക്കാൻ മാത്രമേ ഉപകരിക്കൂ. പക്ഷേ നമ്മൾ ചെയ്യുന്ന നിത്യകർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ വിഷ്ണുവിന്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടി നാം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? അതിൽ നിന്ന് ഒരിക്കലും നമുക്ക് പാപപ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. അതിന്റെ ഫലം നാം ഒരിക്കലും അനുഭവിക്കേണ്ടതായിട്ടും വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തികളും നമുക്ക് ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കും. ഒരു യജ്ഞം എന്ന രീതിയിൽ അനുഷ്ഠിക്കാൻ സാധിക്കും നാം കൃഷ്ണാവബോധത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ. ഇപ്പോൾ ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദോ ഭയാത്. അല്ലെ, സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ എന്നാ പറയാ. നമ്മൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ചു മാത്രം ചെയ്താൽ മതി. അത് കൃഷ്ണാവബോധത്തിൽ ഇരുന്നു കൊണ്ടാണെങ്കിൽ അതിന് വളരെ ഫലം നമുക്ക് ലഭിക്കും. അപ്പോൾ എന്താണ് ഭഗവാൻ പറയാണ്? സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദോ ഭയാത് എന്ന് പറയാണ്. എന്താണ് മഹാഭയം എന്ന് ഉദ്ദേശിക്കുന്നത്? ആ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നു, മഹാഭയം എന്നാൽ മനുഷ്യജന്മത്തിൽ ഇരിക്കുന്ന നമ്മൾ മരണശേഷം താഴേക്കിടയിലുള്ള ജീവിവർഗങ്ങളിലേക്ക് അധപ്പതിച്ചു പോകുന്നതിനെയാണ് മഹാഭയം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മഹാഭയത്തിൽ നിന്ന് നമ്മളെ തീർച്ചയായിട്ടും ഭഗവാൻ രക്ഷിക്കും. നാം കുറച്ചു മാത്രം ധർമ്മം നമ്മുടെ ജീവിതത്തിൽ പരിപാലിച്ചാൽ, അനുവർത്തിച്ചാൽ, അതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദോ ഭയാത്. നിന്നെ ഞാൻ മഹാഭയങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഉറപ്പാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. ഇപ്പോൾ ഇതേ പറ്റിയിട്ട് ഒരു കഥ പറയുന്നുണ്ട്. ഒരിക്കലും ഒരാള് ഇങ്ങനെ കുട്ടയിൽ കുറെ താമരപ്പൂക്കളുമായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ താമരപ്പൂക്കളെല്ലാം കൊണ്ടുപോകുന്നത് ഭാര്യയ്ക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വഴിമധ്യേ അദ്ദേഹത്തിന് ഒരു തോട് മുറിച്ച് കടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അദ്ദേഹം നിർഭാഗ്യവശാൽ കാല് വഴുതി വീഴുമ്പോൾ ഈ കുട്ടയിലുള്ള താമരപ്പൂക്കളെല്ലാം ആ തോട്ടിലേക്ക് വീഴുകയും ആ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി പോവുകയും ചെയ്യും. അപ്പോൾ അയാൾ വളരെയധികം ബുദ്ധിമാനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അല്ലെ, ഭാര്യയ്ക്കോ ഇതുകൊണ്ട് പ്രയോജനമില്ല, എല്ലാം ഒഴുകിപ്പോയി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ അവസാനം പോകുന്ന താമരപ്പൂവിനെ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ തട്ടിയിട്ട് ഗോവിന്ദായ സ്വാഹ ഗോവിന്ദായ സ്വാഹ എന്ന് പറഞ്ഞ് അതിനെ അങ്ങോട്ട് ഒഴുക്കി വിടും. അപ്പോൾ കാലങ്ങളെല്ലാം കടന്നുപോയി, അദ്ദേഹം മരണപ്പെട്ടു. മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, നമ്മൾ യമരാജന്റെ ലോകത്ത് ചെല്ലാണ്. അപ്പോൾ യമരാജാവിന്റെ ലോകത്ത് ഒരു ആളുണ്ട്, ഒരു ഡയറി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ചിത്രഗുപ്തൻ എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാമറ സദാസമയം ഓണായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റായ പ്രവൃത്തി ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൊള്ളരുതാത്ത പ്രവൃത്തി ചെയ്താൽ മറ്റാരും കണ്ടില്ലെങ്കിൽ നമുക്ക് വളരെ സമാധാനമാണ്, അല്ലേ? ആരും കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കും. നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കും. പക്ഷെ നമ്മളുടെ എല്ലാ പ്രവൃത്തികളും നമ്മളെക്കാളും മുന്നേ അറിയുന്ന അല്ലെങ്കിൽ അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, ചിത്രഗുപ്തൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശം ഒരു ഡയറി ഉണ്ട്. അതിലെല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞ യമലോകത്ത് ചെല്ലുമ്പോൾ യമരാജാവിന്റെ മുൻപിൽ വെച്ചിട്ട് അദ്ദേഹം ആ കണക്കുകളെല്ലാം എടുത്ത് ഇങ്ങനെ വിടർത്തും. അതിൻ പ്രകാരമാണ് നമുക്ക് ശിക്ഷ കിട്ടുന്നത്. അപ്പോൾ ഈ ചിത്രഗുപ്തൻ ഇയാളുടെ ഡയറി വിടുത്തിയിട്ട് ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ ഇയാൾ 99 കാര്യങ്ങളും ചീത്ത പ്രവൃത്തി അല്ലെങ്കിൽ പാപപ്രവൃത്തികളാണ് ചെയ്തിട്ടുള്ളത് പ്രഭോ. പക്ഷെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയും, ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ യമരാജാവ് വളരെ ഇങ്ങനെ ആകാംക്ഷയോടെ എന്താണ് ആ നല്ല കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇയാളിങ്ങനെ ഭാര്യയ്ക്ക് താമരപ്പൂക്കളുമായിട്ട് പോകുന്ന സമയത്ത്
അത് വെള്ളത്തിൽ വീഴുകയും അയാൾ അവസാനത്തെ പൂവ് ഗോവിന്ദായ സ്വാഹ എന്ന് പറഞ്ഞ് ഭഗവാൻ അർപ്പിക്കുകയും ചെയ്തു എന്ന് പറയും. അപ്പോൾ ആ ഒരു നല്ല പ്രവൃത്തി ഇയാളുടെ ജീവിതത്തിൽ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യമരാജാവിന് വളരെയധികം സന്തോഷമാവും. സാധാരണഗതിയിൽ നമ്മൾ പാപത്തിന്റെ ഫലമെല്ലാം അനുഭവിച്ച് കഴിയുമ്പോഴാണ് നമ്മൾക്ക് പുണ്യഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സ്വർഗത്തിൽ പോവാം. അപ്പോൾ ഇത്തവണ ഒരു മാറ്റം വരുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് യമരാജാവ് പറയും, ഓക്കെ, ഇന്ന് നിനക്ക് ഞാനൊരു ഓഫർ തരുവാണ്, നീ ആദ്യം ഒരു മിനിറ്റ് സ്വർഗത്തിൽ പോയിട്ട് വരാൻ പറയും. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിനെ സ്വർഗത്തിലേക്ക് അയക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഉദ്യാനം നിറയെ ഇങ്ങനെ പൂക്കൾ വിടർന്ന് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇയാള് ബുദ്ധിമാനാണ്, ഇവിടെ അദ്ദേഹം അതിബുദ്ധി കാണിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാ, എനിക്കൊരു വാള് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ വാള് കൊടുക്കും അല്ലെ. അവിടെയൊക്കെ നമ്മൾ എന്താവശ്യപ്പെട്ടാലും അപ്പോൾ അത് സാധിക്കും. അപ്പോൾ വാള് കൊടുക്കും. അപ്പോൾ ഇയാൾ ചിന്തിക്കുകയാണ്, ഞാൻ ഒരു പൂവ് ഭഗവാന് അല്ലെ, വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോയ ഒരു പൂവ് ഗോവിന്ദായ സ്വാഹ എന്ന് പറഞ്ഞ് അർപ്പിച്ചപ്പോഴാണ് എനിക്ക് 1 മിനിറ്റ് സ്വർഗത്തിൽ നിൽക്കാനുള്ള സമയം അനുവദിച്ചു തന്നത്. അപ്പോൾ പിന്നെ ഇവിടെയുള്ള ഈ ഉദ്യാനത്തിലെ പൂക്കളെല്ലാം ഞാൻ ഗോവിന്ദായ സ്വാഹ എന്ന് പറഞ്ഞ് അർപ്പിച്ചാലോ എന്ന് അപ്പോൾ എന്തായിരിക്കും അല്ലെ, അയാൾക്ക് മുഴുവൻ സമയവും അയാൾക്ക് സ്വർഗത്തിൽ നിൽക്കാൻ ചിലപ്പോൾ സാധിക്കും. അപ്പോൾ അയാള് ആ 1 മിനിറ്റ് സമയം കൊണ്ട് ആ ഉദ്യാനത്തിലെ എല്ലാ പൂക്കളും ഇങ്ങനെ വാള് വെച്ച് വെട്ടിയിട്ട് ഗോവിന്ദായ സ്വാഹ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഫലം അയാള് തീർച്ചയായിട്ടും അയാൾ മലയാളിയായിരിക്കും, അതിബുദ്ധി കാണിക്കുന്ന ആള്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്, അയാൾക്ക് ബാക്കിയുള്ള സമയമെല്ലാം സ്വർഗത്തില് വസിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം സിദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ അല്ലെ. വളരെ ചെറിയ ഒരു കാര്യമേ അയാൾ ജീവിതത്തിൽ ചെയ്തുള്ളൂ, ഒരു പുണ്യപ്രവൃത്തി. അത് ഭഗവാന് അയാൾ ഒരു പൂവ് അർപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളുടെ പിന്നീടുള്ള ജീവിതകാലം സ്വർഗത്തിലെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് കഴിയാനായിട്ടുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഇതുപോലുള്ള ഭാഗ്യമൊന്നും ലഭിക്കണമെന്നില്ല. ഇതൊക്കെ വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ബുദ്ധിപരമായിട്ട് പ്രവർത്തിച്ചാൽ നമുക്കും ഇതുപോലെ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ഭഗവാനെ അർപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ എല്ലാം ഫലം നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് പുണ്യത്തിനും പാപത്തിനും നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും അല്ലേ. നമ്മൾ വീണ്ടും വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ പുണ്യപ്രവൃത്തി ചെയ്ത് നമ്മൾ സ്വർഗത്തിൽ പോയാലും അതിന്റെ ഫലങ്ങളെല്ലാം അവസാനിക്കുന്ന നിമിഷം നാം തിരികെ ഈ ഭൂമിയിലേക്ക് തന്നെ വരേണ്ടി വരും. ക്ഷീണേ പുണ്യേ മർത്തി ലോകം വിശന്തി എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ നിത്യകർമ്മങ്ങൾ നാം ഭഗവാന് വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങളായിട്ട് അനുഷ്ഠിക്കേണ്ടത്, ഇതേക്കുറിച്ചിട്ട് 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വിശദമായി പഠിച്ചതാണ്. എങ്കിലും ഇവിടെ സർവയജ്ഞങ്ങളുടെ നാഥൻ ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നത് കൊണ്ട് നമുക്ക് ഒന്നുകൂടി അതിലൂടെ കടന്നു പോകാം. ഇപ്പോൾ ശ്രീല പ്രഭുപാദരുടെ കാരുണ്യം കൊണ്ട് കൃഷ്ണാവബോധത്തിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും അവരുടെ നിത്യജീവിതത്തിലെ കർമ്മങ്ങളെല്ലാം വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കാൻ സാധിക്കും അല്ലേ. എങ്ങനെയാണ് അനുഷ്ഠിക്കാൻ സാധിക്കുക? ഭഗവാന് ആഹാരം പാകം ചെയ്തിട്ട് അർപ്പിക്കുക, ഭോഗ അർപ്പിക്കുക, അതുപോലെ തുളസി മഹാറാണിക്ക് ജലം നൽകുക, വലം വയ്ക്കുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുക, ഏകാദശി അനുഷ്ഠിക്കുക, ശ്രീമദ് ഭാഗവതം, ശ്രീമദ് ഭഗവത്ഗീത എന്നിവയുടെ വായനയും പഠനവും എല്ലാം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി യജ്ഞം എന്ന നിലയിൽ നമുക്ക് അനുഷ്ഠിക്കാനും സാധിക്കും. അപ്പൊ ഈ ഒരു പ്രവൃത്തിക്കും, ഇപ്പോൾ നമ്മൾ എണ്ണി പറഞ്ഞ ഒരു പ്രവൃത്തിക്കും നമുക്ക് ഒരിക്കലും പാപപ്രതികരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരുന്നില്ല. കാരണം അതെല്ലാം നാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രവൃത്തികളെല്ലാം തന്നെ നമുക്ക് യജ്ഞമായിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കും. അത് നമ്മളെ ശുദ്ധീകരിക്കുകയും ജീവിത ലക്ഷ്യത്തിലേക്ക് പോകുവാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അഹം ഹി സർവയജ്ഞാനാം ഭോക്താച പ്രഭുരേവച എന്ന് പറയുന്നത് അല്ലേ. ഭഗവാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
എന്നാലും നമ്മൾ അല്പബുദ്ധിയായിട്ടുള്ള ആളുകളായതുകൊണ്ട് അത് മനസ്സിലാക്കാതെ നാം ദേവത ആരാധനയ്ക്ക് പിന്നാലെ പോയിട്ട് വിലപ്പെട്ട സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത്. തത്ഫലമായിട്ടോ നാം വീണ്ടും ഈ ഭൗതികതയിൽ തന്നെ പതിക്കുന്നു. അപ്പോൾ ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഭൗതിക അഭിലാഷങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല, അല്ലേ? നമുക്ക് ആരെയും ഭൗതിക അഭിലാഷങ്ങൾ ഇല്ലാതെ കാണുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഭൗതിക അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ദേവതമാരുടെ പിന്നാലെ പോകാതെ ഭഗവാനോട് പ്രാർത്ഥിക്കാനാണ് ശ്രീല പ്രഭുപാദർ ഈ ഭാവാർത്ഥത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ കാരണം അതെന്താണ്? വിധിപൂർവകമായിട്ടുള്ള കാര്യമാണ്, അല്ലേ? ശുദ്ധഭക്തിക്ക് ഇതൊരിക്കലും അനുയോജ്യമായിട്ടുള്ള കാര്യമല്ല. കാരണം ശുദ്ധഭക്തന്മാർ ഒരിക്കലും ഭഗവാനോട് ഒന്നും തന്നെ ആവശ്യപ്പെടാറില്ല. കാരണം അവര് ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അവരുടെ ജീവിതത്തിൽ വരുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഭഗവാന്റെ അനുമതിയുണ്ട് എന്നവർക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് പരമാത്മാ രൂപത്തിലിരിക്കുന്ന ഭഗവാൻ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതാത് സമയത്ത് നിവർത്തിച്ചു തരും എന്ന് ശുദ്ധ ഭക്തർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവരൊരിക്കലും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഭൗതിക അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഭഗവാനെ മാത്രം അഭയം പ്രാപിക്കുക എന്നാണ് ശ്രീല പ്രഭുപാദ നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദേവത ആരാധന എന്ന് പറയുന്നത് എന്താണ്? അവിധിപൂർവകമാണ്, അല്ലെ? ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, അത് അവിധിപൂർവകമാണ്. പരോക്ഷമായിട്ട് അത് എന്നിൽ തന്നെ എത്തുന്നുവെങ്കിലും അത് അവിധിപൂർവകമാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നാം ഭഗവാനെ ആശ്രയിച്ചാലോ അല്ലെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചാലോ അത് വിധിപൂർവകമായിട്ടുള്ള കാര്യമായിട്ട് മാറും. അപ്പോൾ എന്താണ്? അവിധിപൂർവകമായിട്ടുള്ള പ്രവൃത്തിക്ക് പിന്നാലെ പോകാതെ വിധിപൂർവകമായിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് നമ്മളെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കാൻ അത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാനെ തന്നെ അഭയം പ്രാപിക്കാനായിട്ട് ഇവിടെ പ്രഭുപാദ പറയുന്നത്. അപ്പോൾ ഭഗവാനെ നാം യഥാവിധി മനസ്സിലാക്കാതെ ഇരുന്നാൽ എന്താണ് നമുക്ക് സംഭവിക്കുക? ഭഗവാൻ ഇവിടെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ന തു മാം അഭിജാനന്തി തത്വേന തത് ചെവന്തിതേ എന്ന് പറയാണ്. ചെവന്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അധപ്പതിക്കുക എന്നതാണ്. അപ്പോൾ അധപ്പതിക്കുക എന്നാൽ എന്താണ്? നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും നമ്മൾ താഴോട്ട് പോവുക. അപ്പോൾ ഈ അധപതനം കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ചതരേ ശയനം. വീണ്ടും വീണ്ടും നമ്മൾ ജനിക്കുക. ശങ്കരാചാര്യരുടെ വരികളാണ്. വീണ്ടും വീണ്ടും നമ്മൾ ജനിക്കും, വീണ്ടും വീണ്ടും നമ്മൾ പുനരഭി ജനനം, പുനരഭി മരണം. ഇത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആവർത്തന ചക്രം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഭഗവാനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാതെ പോയാൽ. അപ്പോൾ പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജതരേ ശയനം, അല്ലേ? നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് ജനിക്കാനായിട്ട് ഒരമ്മയുടെ ഗർഭപാത്രം ആവശ്യമായി വരും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ജനിക്കുകയും മരിക്കുകയും ഓരോ ഗർഭപാത്രത്തിലൂടെ കടന്നു പോയിക്കൊണ്ട് ഇരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ആവർത്തന ചക്രം നമുക്ക് നിർത്താൻ സാധിക്കുക? അടുത്ത വരിയിലെ ശങ്കരാചാര്യർ പറയുന്നു, കൃപയാ പാരേ പാഹി മുരാരേ, അല്ലേ? ഭഗവാനെ ഭജിക്കാനാ പറയുന്നത്. ആ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് ഈ സംസാര ചക്രം താണ്ടി പോവാം, ഈ ആവർത്തന ചക്രത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാം എന്ന് പറയാണ്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്നാ പറയാം. ഹേ മൂഢനായിട്ടുള്ള മനുഷ്യനെ, വിഡ്ഢി, നീ ഗോവിന്ദനെ ഭജിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഗോവിന്ദനെ ഭജിക്കുന്നതിലൂടെ ഈ പുനരഭി ജനനത്തിൽ നിന്നും പുനരഭി മരണത്തിൽ നിന്നും നിനക്ക് രക്ഷ നേടാം എന്ന് പറയാണ് ശങ്കരാചാര്യര്. അപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, അല്ലേ? ഭഗവാനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ പോയതുകൊണ്ട് അധപ്പതിച്ചു പോയ ഒരുപാട് ആളുകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നാം ഭാഗവതത്തിലും ഒക്കെ നിരവധി ദൃഷ്ടാന്തങ്ങൾ ഇതിന് കണ്ടിട്ടുണ്ട്. ശിശുപാലൻ, കംസൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ, രാവണൻ ഇവരൊക്കെ ഭഗവാനെ മനസ്സിലാക്കാതെ പോയതുകൊണ്ട് അധപ്പതിച്ച ആളുകളാണ്. ഇപ്പൊ പുരാണത്തില് ഒരു കഥ പറയുന്നുണ്ട്. ഒരിക്കലും നാരദ മഹർഷി
വൈകുണ്ഠത്തിൽ പോയിട്ട് വരികയായിരുന്നു. അപ്പോൾ വൈകുണ്ഠത്തിൽ പോയിട്ട് ഇങ്ങനെ വരുമ്പോൾ യാത്രാ മധ്യേ വെച്ചിട്ട് ഒരു ബ്രാഹ്മണനെ കണ്ടുമുട്ടും. അപ്പോൾ ആ ബ്രാഹ്മണൻ ഇങ്ങനെ ചോദിക്കും, അല്ലെ, അങ്ങ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നാരദ മഹർഷി പറയും, ഞാൻ വൈകുണ്ഠത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയും. അപ്പോൾ ഭഗവാൻ ഇവിടെ എന്ത് ചെയ്യാണ് എന്ന് ഈ ബ്രാഹ്മണൻ ചോദിക്കും. അപ്പോൾ നാരദ മഹർഷി ഇങ്ങനെ ചിരിച്ചിട്ട് പറയും, ഭഗവാൻ ഒരു ചെറിയ സൂചിയുടെ ദ്വാരത്തിലൂടെ ആനയെ കടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ ബ്രാഹ്മണന് ദേഷ്യം വരും, അല്ലേ. ബ്രാഹ്മണൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് അസംബന്ധമാണ് നാരദ മഹർഷി ഈ പറയുന്നത്? ചെറിയ സൂചിയുടെ ദ്വാരത്തിലൂടെ എങ്ങനെയാണ് ഒരു ആനയെ കടത്തുക? നിങ്ങൾ എന്ത് അസംബന്ധമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണൻ നാരദ മഹർഷിയോട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നടന്നു പോകും. അപ്പൊ നാരദ മഹർഷി അത് കേട്ട് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ചെരുപ്പ് കുത്തിയെ കാണും. അപ്പോൾ ചെരുപ്പ് കുത്തിയെ കാണുമ്പോൾ ചെരുപ്പ് കുത്തി ചോദിക്കും, അങ്ങ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഭഗവാന്റെ അടുത്ത് നിന്നാണ്, വൈകുണ്ഠത്തിൽ നിന്നാണ് വരുന്നത് എന്ന് ആ നാരദ മഹർഷി മറുപടി പറയാണ്. അപ്പോൾ ഭഗവാൻ അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ഇങ്ങനെ ഈ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ചെരുപ്പ് കുത്തി ചോദിക്കും. അപ്പോൾ ബ്രാഹ്മണനോട് പറഞ്ഞതുപോലെ നാരദ മഹർഷി പറയും, ഭഗവാൻ ഒരു ചെറിയ സൂചിയുടെ ദ്വാരത്തിലൂടെ ഒരു ആനയെ കടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ ചെരുപ്പ് കുത്തി പറയും, എൻ്റെ ഭഗവാൻ എത്ര വലിയവനാണ്, എത്ര മഹിമയുള്ളവനാണ്, എത്ര വിശേഷപ്പെട്ട ആളാണ് എന്നൊക്കെ ഇങ്ങനെ ഭഗവാന്റെ കീർത്തികൾ ഈ ചെരുപ്പ് കുത്തി ഇങ്ങനെ പറയാൻ തുടങ്ങും. അപ്പോൾ നാരദ മഹർഷി ചോദിക്കും, അല്ലെ, ഞാൻ ബ്രാഹ്മണനോട് ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ എന്നെ കളിയാക്കി, നീ എന്തുകൊണ്ടാണ് ഇത് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് എന്താണ് ഇതുകൊണ്ട് തോന്നിയത് എന്ന് ചോദിക്കുമ്പോൾ ചെരുപ്പ് കുത്തി പറയും, അല്ലെ, ഭഗവാൻ വളരെ വലിയ ആളാണ്, ഭഗവാന്റെ ഗുണഗണങ്ങൾക്ക് യാതൊരു അതിർവരമ്പുകളുമില്ല, അത്രയും മഹിമാനങ്ങളുള്ള എൻ്റെ ഭഗവാന് തീർച്ചയായിട്ടും ഈ ചെറിയൊരു സൂചിയുടെ ദ്വാരത്തിലൂടെ ആനയെ കടത്താൻ സാധിക്കും എന്ന് പറയും. അപ്പോൾ ആ ചെരുപ്പ് കുത്തിക്ക് ഉണ്ടായിരുന്നത് ഭഗവാനോടുള്ള വിശ്വാസമായിരുന്നു, അല്ലെ. ഭഗവാൻ എന്ത് കാര്യം ചെയ്താലും അത് നല്ല രീതിയിൽ കലാശിക്കൂ, അല്ലെങ്കിൽ അത് നന്മ മാത്രമേ വരുത്തൂ, അത് എന്ത് തന്നെ ചെയ്താലും അത് ഭഗവാനെ വിജയിപ്പിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള വിശ്വാസം ആ ചെരുപ്പ് കുത്തിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നാരദ മഹർഷി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ നാരദ മഹർഷി കാര്യങ്ങളെല്ലാം ഭഗവാനോട് പറയും. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയും, ആ ബ്രാഹ്മണൻ, അല്ലേ, ഇനിയും ഒരുപാട് ജന്മങ്ങൾ എടുക്കും എന്നിലേക്ക് തിരിച്ചു വരാൻ, പക്ഷെ ചെരുപ്പ് കുത്തി അടുത്ത ജന്മം തന്നെ എന്നിലേക്ക് തിരികെ വരും എന്ന് പറയും. അപ്പോൾ നാരദ മഹർഷിക്ക് ഇത് കേൾക്കുമ്പോൾ വളരെയധികം അത്ഭുതം തോന്നുകയാണ്, അല്ലേ. കാരണം ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തെ അറിയുന്നവനാണ്. ബ്രഹ്മജ്ഞാനാദി ഇതി ബ്രാഹ്മണ എന്നാ പറയാ. അപ്പോൾ ബ്രഹ്മത്തെ അറിയുന്ന ഒരു ബ്രാഹ്മണനാണോ ചെരുപ്പ് കുത്തിക്കാണോ ഏറ്റവും വലിയ ഭാഗ്യം കിട്ടുക ഭഗവാന്റെ അടുത്തേക്ക് വരാൻ, അല്ലേ. അപ്പോൾ ഭഗവാൻ ആ സംശയം നാരദ മഹർഷി ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, അല്ലെ, എന്നെ തത്വത്തിൽ അറിഞ്ഞവനാണ് ചെരുപ്പ് കുത്തി, അല്ലെ. ബ്രാഹ്മണൻ ഇപ്പോഴും എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല, അയാൾക്ക് ഇപ്പോഴും എന്നിൽ സംശയമാണ്, അങ്ങനെയുള്ള ആള് ഒരിക്കലും എന്നിലേക്ക് വരില്ല, ഇനിയും ഒരുപാട് ജന്മങ്ങൾ അദ്ദേഹം എടുക്കേണ്ടതായിട്ട് വരും എന്ന് ഭഗവാൻ മറുപടി പറയാണ്. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് നമുക്ക് ഫലം കിട്ടുക, വീഴ്ചയാണ് ഫലം. ചെവന്തിത എന്നാ ഭഗവാൻ പറയാ, നാം തീർച്ചയായിട്ടും അധപ്പതിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അതേക്കുറിച്ചിട്ടാണ് ഈ ഒരു കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പിന്നീട് ഒരിക്കല് ഭഗവാൻ ഇങ്ങനെ ലക്ഷ്മി ദേവിയോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താഴെ ഭൂമിയിൽ ഒരു ഉറുമ്പ് ഇങ്ങനെ നടന്നു പോവാണ്. ഒരു പഞ്ചസാര തരി ചുമന്നുകൊണ്ട് ഒരു ഉറുമ്പ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്നത് കാണുമ്പോൾ ഭഗവാൻ അതിങ്ങനെ ലക്ഷ്മി ദേവിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പൊട്ടിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ ലക്ഷ്മി ദേവി ചോദിക്കും, അങ്ങ് എന്താണ് ഇത്രയ്ക്ക് സന്തോഷിക്കുന്നത്, എന്ത് കാഴ്ചയാണ് അങ്ങ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയാണ്, ആ പഞ്ചസാര തരി ചുമന്നുകൊണ്ട് പോകുന്ന ഉറുമ്പ് ഇന്ദ്രനായിരുന്നു. അപ്പോൾ ഒരുപാട് കാലം ഇന്ദ്രനായിട്ട് എനിക്ക് സേവനം ചെയ്ത ആളാണ് ഇപ്പോൾ ഉറുമ്പിന്റെ രൂപത്തിൽ ആ പഞ്ചസാര തരി ചുമന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ എത്രയൊക്കെ സേവനങ്ങൾ ചെയ്താലും എന്നെ തത്വത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതാണ് ഫലം എന്ന് ഭഗവാൻ പറയാണ്, അധപ്പതനം.
അപ്പോൾ ഇന്ദ്രന്റെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് സുഖസൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് എല്ലാ തരത്തിലും ഉയർന്ന ജീവിതത്തിലേക്ക് പോകുവാൻ സാധിക്കുമായിരുന്ന ഇന്ദ്രൻ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാത്തതിന്റെ ഫലമായിട്ട് അധപ്പതിച്ച ഒരു കാഴ്ചയാണ് ഭഗവാൻ ലക്ഷ്മി ദേവിക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കുക, കിട്ടുന്ന സോഴ്സ് എല്ലാം ഉപയോഗിച്ച് ഭഗവാനെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഭഗവാന്റെ മാർഗം പിന്തുടരാനും ശ്രമിക്കുക. അതാണ് ബുദ്ധിമാന്മാരായി ഇരുന്നു കൊണ്ട് നാം ചെയ്യേണ്ടത്. അപ്പോൾ അനേക വർഷങ്ങൾ ഇന്ദ്രനായിട്ടിരുന്ന വ്യക്തി ഒരു ഉറുമ്പായി മാറിയത് ഭഗവാനെ യഥാവിധി മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്ര വർഷങ്ങളും സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടും ഇന്ദ്രനെ പോലെയുള്ള ഒരാൾക്ക് ഇതാണ് അവസ്ഥ അല്ലേ? അപ്പോൾ പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഭഗവാനെ മനസ്സിലാക്കുവാൻ, ഭഗവാനെ അറിയുവാൻ ആയിട്ട് നാം ചിലവഴിക്കുക. അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ അനുവർത്തിക്കുക. അപ്പോൾ ഇതാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ അല്ലേ, നമുക്കറിയാം കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ ഈ കാര്യങ്ങളെല്ലാം അർജുനനോട് പറയുന്നത്. അപ്പോൾ ആ കുരുക്ഷേത്ര ഭൂമിയിലും ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്, അവരുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് ഭഗവാൻ, പക്ഷെ അവർക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ശ്ലോകത്തില് ഭഗവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് അല്ലേ? അഹം ഹി സർവയജ്ഞാനാം, 33 ദേവന്മാരുടെ കൂടെ ഞാനും എന്നല്ല ഭഗവാൻ പറയുന്നത്. അഹം ഹി സർവയജ്ഞാനാം ഭോക്താച്ച പ്രഭുരേവച, ഞാനാണ് സർവയജ്ഞങ്ങളുടെയും നാഥൻ, സർവയജ്ഞങ്ങളുടെയും ഭോക്താവ്, സർവയജ്ഞങ്ങളുടെയും പ്രഭു എന്നാണ് ഭഗവാൻ പറയുന്നത്. മറ്റു പലരുടെയും കൂടെ എന്നെ കൂട്ടാനല്ല ഭഗവാൻ പറയുന്നത്, ഞാൻ മാത്രമാണ് എന്ന് ഭഗവാൻ അടിവരയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാത്തവർക്കാണ് എന്ത് സംഭവിക്കുന്നത്? ചെവന്തിത്തെ, അവര് അധപ്പതിക്കുന്നു. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? നാം തത്വത്തിൽ ഭഗവാനെ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് പോവേണ്ടി വരുന്നത്. ഭഗവാനെ ആരാധിക്കുകയും മനസ്സിലാക്കുകയും പ്രണമിക്കുകയും ചെയ്യുക, ഇത്ര മാത്രമേ ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. ഇതേ കാര്യം തന്നെ 9-ാമത്തെ അധ്യായത്തിലും 18-ാമത്തെ അധ്യായത്തിലും ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ? മന്മന ഭവമത് ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണഃ ഭക്ത്യാമാം അഭിജാനാതി യാവാനിശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തത് അനന്തരം. എന്താ പറയുന്നത്? എന്നെ പ്രണമിക്കുക അല്ലേ? മന്മന ഭവമത് ഭക്തോ, എൻ്റെ ഭക്തനായിട്ട് മാറുക. ഒരുപാട് ദേവീദേവന്മാരുടെ ഭക്തനായിട്ട് മാറാനല്ല പറയുന്ന, മന്മന ഭവമത് ഭക്തോ, എൻ്റെ ഭക്തനായിട്ട് മാറുക. മദ്യജീമാം നമസ്കുരു, എന്നെ പ്രണമിക്കുക, എന്നെ നമസ്കരിക്കുക. മാമേ വൈശ്യസി യുക്തൈവം, എന്നെ യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കുക. അവസാനം എന്നിലേക്ക് വരിക. മത്പരായണഃ, അതാണ് ഭഗവാൻ പറയുന്നത്. ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും ഭഗവാൻ പറയുന്നില്ല. എന്നെ പ്രണമിക്കുക, എന്നെ ആരാധിക്കുക, എന്നെ മനസ്സിലാക്കുക, എന്നിട്ടോ ജീവിത അവസാനം എൻ്റെ ധാമത്തിലേക്ക് വരിക. ഇത്രയേ ഭഗവാൻ പറയുന്നുള്ളൂ. ഇത് ഇത്ര വിഷമം പിടിച്ച കാര്യമാണോ? അതുപോലെ ഭക്ത്യാമാം അഭിജാനന്തി അല്ലേ, എന്നോട് മാത്രമുള്ള ഭക്തി കൊണ്ട് നിനക്ക് എന്നിലേക്ക് വരാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറയാണ്. ഭക്തിയുത സേവനം ഒന്നുകൊണ്ട് മാത്രം ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ സാധിക്കുകയുള്ളൂ. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെക്കുറിച്ച് പൂർണ്ണ ബോധം നേടുമ്പോൾ അയാൾക്ക് എൻ്റെ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാമുള്ള ഒരേ ഒരു വഴി എന്താണ്? മറ്റ് പല ആരാധനകളിലൂടെ പോകാതെ ഏകദൈവ ആരാധനയിലേക്ക് വരിക. ആ ഏകദൈവ ആരാധന ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഭഗവാനെ തത്വത്തിൽ മനസ്സിലാക്കാനും ഭഗവാനെ ആരാധിക്കാനും നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാനും സാധിക്കും. പ്രഹ്ലാദ മഹാരാജ് പറയുന്നുണ്ട്, മനുഷ്യജന്മം എന്ന് പറയുന്നത് വളരെ ദുർലഭമാണ്. ദുർലഭം മാനുഷ ജന്മം അർത്ഥതം അധ്രുവം എന്നാണ് പറയുന്നത്. ഒരേ സമയം നമുക്ക് മനുഷ്യജന്മം ദുർലഭമാണ്, അതേസമയം ഭാഗ്യവുമാണ് എന്ന് പറയാണ്. ഇപ്പോൾ നാം 84 ലക്ഷം ജീവിവർഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ മാത്രം പ്രാപ്യമാകുന്ന ഒന്നാണ് മനുഷ്യജന്മം. അതുകൊണ്ടാണ് അതിനെ ദുർലഭം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മത്തിൽ ഇപ്പോൾ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് വളരെ ഭാഗ്യമാണ്. അപ്പോൾ ഈ ഭാഗ്യം നാം പരമാവധി നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഒരു നിമിഷം പോലും പാഴാക്കാതെ
നമ്മുടെ എല്ലാ കാര്യങ്ങളും വിഷ്ണുവിനുള്ള യജ്ഞം എന്ന രീതിയിൽ നമുക്ക് അനുഷ്ഠിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ ജീവിത അന്ത്യത്തിൽ നമുക്ക് ജീവിത ലക്ഷ്യത്തിലേക്ക് പോകുവാനും ഈ ഭൗതിക ജീവിതത്തിൽ കിടന്ന് പുനരഭിജനനം പുനരഭിമരണം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനും ആത്യന്തികമായിട്ട് ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തത്വങ്ങളെല്ലാം നാം ജീവിതത്തിൽ അനുവർത്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഫലം ലഭിക്കുകയും എല്ലാ പ്രവൃത്തികളും നമുക്ക് വിഷ്ണുവിനുള്ള യജ്ഞം എന്ന രീതിയിൽ അനുഷ്ഠിക്കാനും സാധിക്കും. അപ്പോൾ ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ദേവത ആരാധന നടത്തുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്നാണ്. അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഈ ഒരു ഭഗവത്ഗീത ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.